ഹായ് ഓൾ, നമ്മൾ ഇന്ന് ക്ലാസ് 8-ൻ്റെ ചാപ്റ്റർ 6 വി ഡിസ്ട്രിബ്യൂട്ട് എറ്റ് തിങ്സ് മൾട്ടിപ്ലൈ. ഇതിലെ ഫിഗറേറ്റ് ഔട്ട് പേജ് നമ്പർ 155-ലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യണത്. 5th ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ്. വേരിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ട്രൂ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ k+1 ഇൻറ്റു k+2 മൈനസ് k+3 ഈസ് ഓൾവേസ് 2. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും 2 തന്നെ ആയിരിക്കും. ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ടാണെങ്കിലും സോൾവ് ചെയ്ത് നോക്കാം. ഇപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ചുമ്മാ ഒരു വാല്യൂ ഇട്ട് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. നമുക്കിടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വന്നത്: k+1 ഇൻറ്റു k+2 മൈനസ് k+3. ആദ്യം നമുക്ക് kക്ക് 5 എന്നൊരു വാല്യൂ കൊടുത്ത് നോക്കാം. ലെറ്റ് k ഈസ് ഈക്വൽ ടു 5. ഈസി മെത്തേഡ് ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 5+1 ഇൻറ്റു 5+2 മൈനസ് 5+3 ചെയ്യുക. 5+1 എന്ന് പറയുമ്പോൾ 6 കിട്ടി, 5+2 എന്ന് പറയുമ്പോൾ 7 കിട്ടി, 5+3 എന്ന് പറയുമ്പോൾ 8 കിട്ടി. 6 ഇൻറ്റു 7 മൈനസ് 8. 6 ഇൻറ്റു 7 എന്ന് പറയുന്നത് 42. 42 മൈനസ് 8 എന്ന് പറയുന്നത് 34. 34 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നമ്മൾ ഓഡ് നമ്പർ കൊടുത്തപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് ഈവൻ നമ്പർ കൊടുത്ത് നോക്കാം. ലെറ്റ് k ഈസ് ഈക്വൽ ടു 2. 2 കൊടുക്കുമ്പോൾ ഇതെങ്ങനെ വരും? 2+1 ഇൻറ്റു 2+2 ഇൻറ്റു മൈനസ് 2+3. 2+1 എന്ന് പറയുമ്പോൾ 3, 2+2 4, 2+3 5. 3 ഇൻറ്റു 4 12. 12 മൈനസ് 5 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടണത്? ഈക്വൽ ടു 7 ആണ് വന്നത്. പക്ഷെ 7 എന്തല്ല, ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 2. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിപ്പോയി? ഫോൾസ് ആയിപ്പോയി. കാരണം ഓൾവേസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും 2ന്റെ മൾട്ടിപ്പിൾ കിട്ടും. ഇവിടെ എപ്പോഴും 2ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്നില്ല. ഈ എക്സാമ്പിൾ പ്രൂവ് ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക. k+1 ഇൻറ്റു k+2 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതെന്ന് പറയണത് ഫസ്റ്റ് k ഇൻറ്റു k+2 ചെയ്യുക, പ്ലസ് ഇനി 1 ഇൻറ്റു k+2 ചെയ്യുക. ഇനി ഓരോരോ ടേമിനെ kയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ k ഇൻറ്റു k² പ്ലസ് 2k പ്ലസ് ഇനി 1 ഇൻറ്റു k 1k പ്ലസ് 1 ഇൻറ്റു 2 2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് k² പ്ലസ് 2k പ്ലസ് 1k പ്ലസ് 2. ഈ 2kയും 1kയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. 2kയും 1kയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടണേ? 3k ആയിരിക്കും കിട്ടണേ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? k² പ്ലസ് 3k പ്ലസ് 2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ വരുമ്പോൾ k² പ്ലസ് 3k പ്ലസ് 2. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ഇങ്ങനെ സോൾവ് ചെയ്താലും നമുക്ക് kക്ക് വാല്യൂ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത്രയും മാത്രമല്ല ഉള്ളത്, വേറെ ഒരു ടേമും കൂടി വരുന്നുണ്ടല്ലേ. k+1 ഇൻറ്റു k+2 മൈനസ് ഒരു ടേമും കൂടി ഉണ്ട്, k+3 എന്ന് പറയുന്ന ടേമും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത്, k² പ്ലസ് 3k പ്ലസ് 2. ഇനി എന്ത് ചെയ്യുക? മൈനസ് അകത്തേക്ക് എടുക്കുക. മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് k മൈനസ് 3 എന്നാണ്. അപ്പോൾ ഈ 3k മൈനസ് k, ഈ മൈനസ് k എന്ന് പറയുന്നത് 1k ആണ് വന്നത്. അപ്പോൾ 3 മൈനസ് 1 നമുക്ക് എത്ര കിട്ടും? k² പ്ലസ് 2k എന്ന് കിട്ടും. ഇനി പ്ലസ് 2 മൈനസ് 3 എത്രയാണെന്ന് കിട്ടും? മൈനസ് 1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ മൈനസ് 1 കിട്ടുന്നതുകൊണ്ട് നമുക്കിപ്പോൾ kക്ക് ഏത് വാല്യൂ കിട്ടിയാലും അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ടായിരിക്കും എഴുതുന്നത്. അപ്പോൾ kക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? ലെറ്റ്
k is equal to 1 എന്ന് പറയുമ്പോൾ 1 plus 2 minus 1 that is 3 minus 1. 3 minus 1 is equal to 2. ഇത് കിട്ടുന്നുണ്ട്. ഓഡ് നമ്പർ കെക്ക് 1 കൊടുത്തപ്പോൾ 2 കിട്ടി. ഇനി കെക്ക് നമുക്ക് 2 കൊടുത്ത് നോക്കാം. അപ്പൊ എങ്ങനെ വരും? 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 plus 4 minus 1 എന്ന് വരും. അപ്പൊ ഇത് -1 ആണ്, ഇത് 2 അല്ല. ഒന്നെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ -1 കിട്ടുന്നതുകൊണ്ട് അത് ഓക്കെ അല്ല എന്ന് പറയാം, അല്ലെങ്കിൽ +2 എന്നോ അങ്ങനെയൊക്കെ വരുമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? ഓൾവേസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് എഴുതുമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേച്ചാൽ മതി, ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? കെയ്ക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏത് മെത്തേഡ് ആണെങ്കിലും കറക്റ്റ് ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് മെത്തേഡാണെന്നോ തോന്നുന്നത് അത് ചെയ്യാം. അടുത്തത് 2q + 1 × 2q - 3 is a multiple of 4. അത് എപ്പോഴും 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 2q + 1 × 2q - 3. ഇവിടെ ലെറ്റ് q is equal to 3 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 2 × 3 + 1 × 2 × 3 - 3. 2 × 3 6, 6 + 1 7. 2 × 3 6, 6 - 3 3. 7 × 3 കിട്ടി. 7 × 3 എന്ന് പറയുന്നത് എത്ര കിട്ടിയേ? 21 ആ കിട്ടിയേ. ഇത് എന്തല്ല? മൾട്ടിപ്പിൾ ഓഫ് 4 അല്ല. ഇത് ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്തെന്ന് കിട്ടി? മൾട്ടിപ്പിൾ ഓഫ് 4 അല്ല എന്ന് കിട്ടി. അപ്പൊ ആദ്യത്തെ ഓപ്ഷനും ഫോൾസ് കിട്ടി, രണ്ടാമത്തെ ഓപ്ഷനും ഫോൾസ് ആയിട്ടാണ് കിട്ടിയത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്ത് നോക്കാം. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ സോൾവ് ചെയ്താലും മതി. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ വരുന്നത് 2q + 1 × 2q - 3 എന്ന് പറയുമ്പോൾ 2q × 2q - 3 ഇത് പ്ലസ് 1 × 2q - 3. അത് കഴിയുമ്പോൾ 4q² - 6q + 2q - 3. -6q + 2q കൂടി ചെയ്യുമ്പോൾ നമുക്ക് -4q എന്ന് കിട്ടും. ഇവിടെ -3 എന്നാണ് പറയുന്നത്, അല്ലാതെ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ടൊന്നും കിട്ടുന്നില്ല. +4 അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഇതിന്റെ അർത്ഥം മൾട്ടിപ്പിൾ ഓഫ് 4ൽ നിന്ന് എന്ത് കുറയ്ക്കുക? 3 സബ്ട്രാക്ട് ചെയ്യാന്നാണ്. 4 × q² - q - 3. ഏതാണോ 4ന്റെ മൾട്ടിപ്പിൾ വരുന്നത് അതിൽ നിന്ന് 3 കുറയ്ക്കുക. 3 കുറച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും മൾട്ടിപ്പിൾ ഓഫ് 4 ആയിട്ട് വരില്ല. അപ്പൊ അതും ഫോൾസ് ആണ് കിട്ടി. അടുത്തത് സ്ക്വയർ ഓഫ് ഈവൻ നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 4 ആൻഡ് സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആർ 1 മോർ ദാൻ മൾട്ടിപ്പിൾ ഓഫ് 8. ഈവൻ നമ്പേഴ്സുകളുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തേർഡ് ബിറ്റ്. അപ്പൊ ഈവൻ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എടുത്ത് നോക്കാം. ആദ്യത്തെ ഈവൻ നമ്പർ ഏതാ? 2. 2ന്റെ സ്ക്വയർ 4 ആണ്. അത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 × 1. ഇനി 4² എന്ന് പറയുന്നത് എത്രയാണ് തന്നെ? 16 ആണ് വരുന്നത്. അതും 4ന്റെ മൾട്ടിപ്പിൾ തന്നെ കിട്ടും. ഇനി അടുത്തത് 6². 6² എന്ന് പറയുന്നത് എത്രയാണ്? 36. അതും 4ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 4 × 9 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഏതെടുത്താലും, ഏത് ഈവൻ നമ്പറിന്റെ സ്ക്വയർ എടുത്താലും അതെന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4 ആയിട്ടാണ് വന്നെ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എന്താണ്? ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓഡ് നമ്പറിന്റെ സ്ക്വയർ 3 എന്ന് പറയുന്നത് 9 എടുത്തു. 3² എന്ന് പറയുന്നത് 9 ആ വരുന്നത്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 8 + 1 എന്ന് എഴുതാലോ. 1 മോർ ദാൻ ദ മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് എഴുതാം. ഇനി അടുത്തത് 5² എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 25 കിട്ടും. 25 നമുക്ക് എങ്ങനെ എഴുതാം? 24 + 1 എന്ന് എഴുതാം. 24 ആർക്കടെ മൾട്ടിപ്പിളാ? 8ന്റെ മൾട്ടിപ്പിൾ അല്ലേ. 3 × 8 + 1 എന്ന് എഴുതണതിന് കുഴപ്പമില്ല, അതും കറക്റ്റായി. ഇനി നമുക്കൊരു 7² നോക്കാം. 7² എന്ന് പറയുമ്പോൾ 49 കിട്ടി. 49 നമുക്ക് 48 + 1 എന്ന് എഴുതാം. 48 എന്ന് പറയുന്നത് എത്രയാ? 6 × 8 + 1. അതും 8ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എത്രയാന്ന് കിട്ടി? ഇതും കറക്റ്റ് ആണ്, ട്രൂ ആന്ന് കിട്ടി. അപ്പൊ ഇവിടെ തേർഡ് ബിറ്റ് മാത്രമേ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളൂ. ഇനി ഫോർത്ത് ബിറ്റ്. 6n + 2 whole square minus 4n + 3 whole square is 5 less than a square number. ഒരു സ്ക്വയർ നമ്പറിൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇതിന്റെ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്
ഇതിന്റെ സ്ക്വയർ എടുത്ത് ഇത് സബ്ട്രാക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ആ സ്ക്വയർ നമ്പറിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കിട്ടിയ നമ്പർ ഏതാ? 6n + 2 ഹോൾ സ്ക്വയർ മൈനസ് 4n + 3 ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? എന്നിന് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാനിവിടെ എന്നിന് 2 കൊടുക്കും. 2 കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും തന്നെ? 6 × 2 + 2 ഹോൾ സ്ക്വയർ മൈനസ് അടുത്ത എങ്ങനെ വരും? 4 × 2 + 3 ഹോൾ സ്ക്വയർ. 6 × 2 എന്ന് പറയുമ്പോൾ 12, 12 + 2 ഹോൾ സ്ക്വയർ മൈനസ് 4 × 2 8, 8 + 3 എന്ന് പറയുമ്പോൾ 11, 11 സ്ക്വയർ. അപ്പം 12 + 2 14 സ്ക്വയർ ആയി, 8 + 3 11 സ്ക്വയർ ആയി. 14 സ്ക്വയർ എന്ന് പറയണ 196, 11 സ്ക്വയർ എന്ന് പറയണ 121. ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടണേ? 75 ആണ് കിട്ടുന്നത്. ഈ 75 എന്ന് പറയുന്ന നമ്പറിനെ നമുക്കിപ്പോൾ ഒരു നമ്പറിന്റെ 5ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നതായിട്ട് എഴുതാം. 80 - 5 എന്ന് എഴുതാം. പക്ഷെ 80 എന്ന് പറയുന്നത് എന്തല്ല? സ്ക്വയർ നമ്പർ അല്ല. ഒരു നമ്പറിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്തിട്ട് എഴുതാം എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കാം. പക്ഷെ ഇവിടെ സ്ക്വയർ നമ്പറിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്നാ പറഞ്ഞിരിക്കുന്നത്. 5 ലെസ് ദാൻ എ സ്ക്വയർ നമ്പർ എന്നാണ് പറഞ്ഞത്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായിപ്പോയി. അപ്പൊ ഇവിടെ ആൻസർ ഫോൾസ് ആണ് തന്നെ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 6n or 6n + 2 ഹോൾ സ്ക്വയർ മൈനസ് 4n + 3 ഹോൾ സ്ക്വയർ ചെയ്ത് നോക്കാം. a + b ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി. അപ്പൊ a² + 2 × 6n × 2 + 2 സ്ക്വയർ, 2 സ്ക്വയർ 4 മൈനസ് 4n ഹോൾ സ്ക്വയർ പ്ലസ് 2 × 4n × 3 + 3 സ്ക്വയർ, 3 സ്ക്വയർ എന്ന് പറയുന്നത് 9. 6n സ്ക്വയർ എന്ന് പറയുമ്പോൾ 36n സ്ക്വയർ, 6 × 2 12, 12 × 2 24, n + 4 മൈനസ് 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16n സ്ക്വയർ. ഇനി മൈനസിനകത്തേക്ക് എടുക്കുക. 4 × 2 8, 8 × 3 24n മൈനസ് അകത്തേക്ക് എടുത്താണ് ചെയ്യുന്നത് -9. അപ്പൊ ഇത് എഴുതുമ്പോൾ 36n സ്ക്വയറും മൈനസ് 16n സ്ക്വയറും കൂടി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 20n സ്ക്വയറിന് കിട്ടും. ഇവിടത്തെ +24n മൈനസ് 24n കൂടി കട്ടായിപ്പോയി. ഇനി ഇതിന് നമുക്ക് 4 - 9 എന്ന് പറയുമ്പോൾ -5 എന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 20n സ്ക്വയർ - 5ൽ ഈ 20 എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെയും സ്ക്വയർ അല്ല. n സ്ക്വയർ ആണെങ്കിലും ഇതിപ്പോ നമുക്ക് 4 എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് 2n ഹോൾ സ്ക്വയർ എഴുതിയിട്ട് -5 എന്ന് വരുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ 20 എന്ന് പറയുന്ന നമ്പർ എന്തല്ല? ഒരു നമ്പറിന്റെ സ്ക്വയർ അല്ല. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? ഫോൾസ് കിട്ടി. അപ്പൊ ഇവിടെ ഒരെണ്ണം മാത്രമേ ട്രൂ ഉള്ളൂ, 3rd ബിറ്റ് മാത്രമേ ട്രൂ ഉള്ളൂ. ഇനി നമുക്കിവിടെ 6th ക്വസ്റ്റ്യൻ. എ നമ്പർ ലീവ്സ് എ റിമൈൻഡർ 3 വെൻ ഡിവൈഡഡ് ബൈ 7. ഒരു നമ്പറിനെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് റിമൈൻഡർ 3 കിട്ടും. ഇപ്പോ നമ്മള് 16 എന്ന് പറഞ്ഞ 17 എന്ന് പറഞ്ഞ നമ്പർ എടുത്ത് നോക്കാം. 17 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 ടൈംസ് ആയിരിക്കും വരുന്നത്. ഇവിടെ 17 - 14 ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പൊ ഈ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 17 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടു ഇൻറ്റു 7 പ്ലസ് 3. 2ന്റെ കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്തു. അതിന്റെ കോഷ്യന്റും ഡിവൈസറും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്പർ കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്ത നമ്പറിന്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ എടുക്കാം. ആ നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പം 90 എന്ന് പറഞ്ഞ നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെയും 2 ആണ് വന്നത്. 14 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. വേറൊരു നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 കിട്ടും. അപ്പൊ ഇവിടെ റിമൈൻഡർ 3 കിട്ടും, ഇവിടെ റിമൈൻഡർ 5 കിട്ടും. അപ്പൊ ഇവിടെയും 90 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം?
2 into 7 plus 5 എന്ന് എഴുതാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ദർ സം ഡിഫറൻസ് ആൻഡ് പ്രോഡക്റ്റ് ആർ ഡിവൈഡഡ് ബൈ 7. ഈ നമ്പേഴ്സിന്റെ റിമൈൻഡേഴ്സ് എന്തായിരിക്കും? ഇപ്പൊ ഈ നമ്പറിന്റെ സം ചെയ്യുമ്പോഴും ഡിഫറൻസ് ചെയ്യുമ്പോഴും പ്രോഡക്റ്റ് ചെയ്തതും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ എത്രയായിരിക്കും കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 19 എന്ന് പറയുന്ന നമ്പർ അറിയാവുന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ എങ്ങനെ എഴുതിയത്? 19 ഈക്വൽ ടു 2 ഇൻറ്റു 7 പ്ലസ് 5 എന്ന് എഴുതിയത്. ഇതിൻ്റെ അകത്ത് ഈ 2ഉം ചേഞ്ച് ചെയ്യും, ഈ 19ഉം ചേഞ്ച് ചെയ്യും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് രണ്ട് നമ്പറിനെ കൺസിഡർ ചെയ്യാം. ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. നമ്പർ നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അതിനെ എക്സും വൈയും ആയിട്ട് എടുക്കാം. ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. അപ്പൊ എക്സ് എന്ന് പറയുന്ന നമ്പറിനെ ഇപ്പൊ ആദ്യത്തെ കണ്ടീഷനിൽ ഇവിടെയും ഈ 17ഉം 2 മാത്രമാണ് മാറുന്നത്. 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. റിമൈൻഡർ 3യും കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 7a പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും. അല്ല, 7a പ്ലസ് 3 എന്ന് എഴുതാൻ പറ്റും. കാരണം ഇവിടെ 3ക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. 3 എപ്പോഴും കോൺസ്റ്റന്റ് തന്നെയാണ്. റിമൈൻഡർ എപ്പോഴും 3 തന്നെയാണ്. നമ്മൾ 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ കോഷ്യന്റ് മാറിക്കൊണ്ടിരിക്കും. കോഷ്യന്റ് മാറുന്നതിന്റെ അനുസരിച്ച് ഈ നമ്പർ മാറും, അല്ലെങ്കിൽ ഈ നമ്പർ മാറുന്നതിന്റെ അനുസരിച്ച് കോഷ്യന്റ് മാറും. ഇപ്പൊ ഏതെങ്കിലും ഒരു നമ്പർ പറയുവാണ് ഇങ്ങനെ, എ നമ്പർ ലീവ്സ് എ റിമൈൻഡർ 3 വെൻ ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ എഴുതിക്കൊള്ളുക 7a പ്ലസ് 3 ആയിരിക്കും. ഇനി അടുത്ത നമ്പർ, അനദർ നമ്പർ ലീവ്സ് എ റിമൈൻഡർ ഓഫ് 5 വെൻ ഡിവൈഡഡ് ബൈ 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പറിനെ എങ്ങനെ എഴുതാം? y എന്ന് പറയുന്ന നമ്പർ എന്തായിരിക്കും? 7 എന്ന് പറയുന്നതിനെ ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു ബി ലീവ്സ് എ റിമൈൻഡർ 3 എന്ന് പറയുമ്പോൾ പ്ലസ് 5 ആയിരിക്കും വന്നത്. അപ്പൊ എക്സും വൈയും കിട്ടി. ഇനി നമുക്കിടെ അടുത്ത് എന്നാ ചോദിച്ചേക്കണേ? അവരുടെ സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് സമ്മ് ചെയ്തിട്ട് അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? അപ്പൊ ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കാം. എക്സും വൈയും കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 7a പ്ലസ് 3 പ്ലസ് 7b പ്ലസ് 5 എന്ന് വരും. ഇനി ഇതിനെ എയും ബിയും അടുപ്പിച്ച് എഴുതുമ്പോൾ 7a പ്ലസ് 7b എന്ന് എഴുതി. 3 പ്ലസ് 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 പ്ലസ് 5 8 ആവന്നെ. ഇനി 8നെ സ്പ്ലിറ്റ് ചെയ്യാം. 7ന്റെ ടേമിലേക്ക് മാറ്റുമ്പോൾ 7a പ്ലസ് 7b പ്ലസ് 7 പ്ലസ് 1 എന്ന് എഴുതാം. ഈ 3 നമ്പറിൽ നിന്ന് നമ്മൾ ആരെ പുറത്തെടുക്കുക? 7നെ പുറത്തെടുക്കുക. 7നെ പുറത്തെടുക്കുമ്പോൾ a പ്ലസ് ബി പ്ലസ് 1 പ്ലസ് 1 എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3ഉം ആഡ് ചെയ്തത് അത് ഏത് നമ്പർ വേണമെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ 7 ഇൻറ്റു 8 ആണെങ്കിൽ അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ എന്റെ അർത്ഥം ഇതിന്റെ റിമൈൻഡർ എത്രയാ വന്നത്? 1 ആണ് റിമൈൻഡർ വന്നത്. 7ന്റെ കൂടെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ടും 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. പക്ഷെ അതിന്റെ അകത്ത് റിമൈൻഡർ നമുക്ക് എത്രയായിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. Therefore, റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 7, ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്രയായിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? അവരുടെ ഡിഫറൻസ് വരുമ്പോൾ എത്രയായിരിക്കും റിമൈൻഡർ എന്നാ ചോദിച്ചേക്കുന്നത്. ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ. ഇവിടെ 7a പ്ലസ് 3 മൈനസ് ഓഫ് 7a പ്ലസ് 5. ഇവിടെ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ തെറ്റിപ്പോവും, കാരണം മൈനസ് രണ്ട് ടേമിനും കൂടി ബാധകം. അപ്പൊ ഇത് 7a പ്ലസ് 3 മൈനസ് 7a മൈനസ് 5. ഇനി എന്ത് ചെയ്യുക? 7aയും ഇത് ബി അല്ലേ, ബിയും കൂടി അടുപ്പിച്ചെടുക്കുക. വൈയുടെ ടേം ബിയിലാവന്നെ, അത് രണ്ടും കൂടി അടുപ്പിച്ചെഴുതുക. 7aയും 7bയും അടുപ്പിച്ചെഴുതി. പ്ലസ് 3 മൈനസ് 5 ചെയ്യുക. പ്ലസ് 3 മൈനസ് 5 എന്ന് പറയുമ്പോൾ മൈനസ് 2 ആയിരിക്കും വരുന്നത്. ഇതിനെ ഈ മൈനസ് 2നെ 7ന്റെ ടേമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് 7 പ്ലസ് 5 എന്ന് എഴുതാലോ. മൈനസ് 7ഉം പ്ലസ് 5ഉം ചെയ്യുമ്പോൾ മൈനസ് 2 ആ കിട്ടണേ. നമുക്ക് ഇതിന്റെ 7ന്റെ ടേമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ എഴുതണം. റിമൈൻഡർ ഒരു പോസിറ്റീവ് ആയിട്ട് വരാൻ പാടില്ല. അപ്പൊ ഇത് മൈനസ് 7 പ്ലസ് 5 എന്ന് എഴുതാം. ഇനി ഇത്രയിൽ നിന്ന് നമുക്ക് ആരെ പുറത്തെടുക്കാം? 7നെ പുറത്തെടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 7 ഇൻറ്റു എ മൈനസ് ബി മൈനസ് 1 പ്ലസ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിമൈൻഡർ എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്. മൈനസ് 2 നെഗറ്റീവ് നമ്പറാണ് വരുന്നെങ്കിൽ അതിന്റെ റിമൈൻഡർ പോസിറ്റീവ് നമ്പറിലേക്ക് മാറ്റുക. 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വേണ്ടത്, അതുകൊണ്ടാണ് അതിനെ നമ്മൾ മൈനസ് 7 പ്ലസ് 5 എന്ന് എടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 7 ഈസ് 5. ഇനി നമുക്ക് അടുത്ത് എന്താ ചോദിച്ചേക്കണേ? സമ്മ് കണ്ടു, ഡിഫറൻസ് കണ്ടു, ഇനി നമുക്ക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം.
പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യാം. എക്സും വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. എക്സും വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 7a + 3 × 7b + 5. ഇനി 7a-നെ 7b + 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി എന്ത് ചെയ്യുക? 3 എടുക്കുക. 3-നെ 7b + 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓരോരോ ടൈമിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 7a × 7b എന്ന് പറയുമ്പോൾ 7 × 7 49ab പ്ലസ് 7a × 5 എന്ന് പറയുമ്പോൾ 35a പ്ലസ് 3 × 7 21b പ്ലസ് 3 × 5 50. 49, 35, 21 ഇതെല്ലാം 7ന്റെ ടേബിളിലുള്ള നമ്പേഴ്സ് ആണ്. അപ്പൊ അത് അതുപോലെ തന്നെ എഴുതുക. 15നെയും 7ന്റെ ടേബിളിലേക്ക് മാറ്റുക. 15 ആകുമ്പോൾ എങ്ങനെ എഴുതാം? 14 + 1 എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് ഇത്രയും നമ്പേഴ്സിനെ ഒരുമിച്ചെടുക്കുക. ഇതിൽ നിന്ന് 7നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 7ab + 5a + 3b + 2 + 1 എന്ന് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റിമൈൻഡർ എത്രയായിരിക്കും വരുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ റിമൈൻഡർ 1 ആയിരിക്കും വരുന്നത്. അപ്പൊ റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടും? 1 കിട്ടും. സമ്മ് ചെയ്യാൻ നേരത്തും നമുക്ക് റിമൈൻഡർ 1 ആണ് കിട്ടുന്നത്. ഡിഫറൻസ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 ആണ് കിട്ടുന്നത്. പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? റിമൈൻഡർ 1 ആണ് വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ വന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് 3 consecutive numbers, square the middle one and subtract the product of the other two. Repeat the same with other set of numbers. What pattern do you notice? How do we write this as an algebraic equation? Expand both sides of the equation to check that it is a true identity. ഇത് കറക്റ്റ് ആണ് ആൻസർ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യാം. അപ്പം 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുക്കുക. 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന 3 നമ്പേഴ്സ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്ക്വയർ ദ മിഡിൽ വൺ, നടുക്ക് കിടക്കുന്ന ആളെ സ്ക്വയർ ചെയ്യുക. ആൻഡ് സബ്ട്രാക്ട് ദ പ്രോഡക്റ്റ് ഓഫ് അതർ ടു, മറ്റേ 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. റിപ്പീറ്റ് ദ സെയിം വിത്ത് അതർ സെറ്റ് ഓഫ് നമ്പേഴ്സ്, വേറെ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഇത് തന്നെ ഫോളോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ വാട്ട് പാറ്റേൺ ഡു യു നോട്ടീസ്, ഏത് പാറ്റേൺ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്? ഹൗ ഡു വി റൈറ്റ് ദിസ് ആൻ ഓൾജിബ്രൈക്ക് ഇക്വേഷൻ, ഇതിനെ നിങ്ങൾ ഒരു ഓൾജിബ്രൈക്ക് ഇക്വേഷൻ ആയിട്ട് എങ്ങനെ എഴുതും? എക്സ്പാൻഡ് ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ ടു ചെക്ക് ദാറ്റ് ഇറ്റ് ഈസ് എ ട്രൂ ഐഡന്റിറ്റി, ഇത് ട്രൂ ഐഡന്റിറ്റി ആണോന്ന് 2 ഇതും എക്സ്പാൻഡ് ചെയ്ത് LHS ഓ RHS എക്സ്പാൻഡ് ചെയ്ത് ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3 നമ്പേഴ്സ് എടുക്കാം. ലെറ്റ് us take the numbers, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലേ, ഇവിടെ ഞാൻ 7, 8, 9 എടുക്കുന്നു. ഇനി എന്താ പറഞ്ഞേക്കണേ? മിഡിൽ നമ്പർ സ്ക്വയർ ചെയ്യുക. മിഡിൽ നമ്പർ 8 ആണ്, 8ന്റെ സ്ക്വയർ ചെയ്യും. ഇനി എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ദ പ്രോഡക്റ്റ് ഓഫ് അതർ ടു, മറ്റേ 2 നമ്പറിന്റെ പ്രോഡക്റ്റ് എടുക്കുക. 7 × 9 ചെയ്യുക. എന്നിട്ട് ഇത് സബ്ട്രാക്ട് ചെയ്യുക. 8ന്റെ സ്ക്വയർ 64, 7 × 9 63, ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയേ? 1 കിട്ടി. റിപ്പീറ്റ് ദ സെയിം വിത്ത് അതർ സെറ്റ് ഓഫ് നമ്പേഴ്സ്, ഇനി വേറൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് വേറെ നമ്പർ എടുക്കാം. ലെറ്റ് us take the other set of numbers. Let be 10, 11, 12. ഇനി എന്ത് ചെയ്യാം? മിഡിൽ നമ്പർ സ്ക്വയർ ചെയ്യാം. അപ്പൊ 11 സ്ക്വയർ മൈനസ് 10 × 12 ചെയ്യാം. 11 സ്ക്വയർ 121 ആണ് കിട്ടുന്നത്. 10 × 12 120. ഇത് സബ്ട്രാക്ട് ചെയ്തപ്പോൾ എന്താ കിട്ടിയേ? 1 ആണ് കിട്ടിയത്. വാട്ട് പാറ്റേൺ ഡു യു നോട്ടീസ്, ഇവിടെ നമുക്ക് കിട്ടുന്ന പാറ്റേൺ എന്താ? ഇത് എങ്ങനെ സബ്ട്രാക്ട് ചെയ്താലും ആൻസർ എന്ത് തന്നെ കിട്ടുള്ളൂ? 1 തന്നെ കിട്ടുള്ളൂ. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് വരുന്നത്. മിഡിൽ നമ്പറിന്റെ സ്ക്വയർ എടുത്തിട്ട് മറ്റേ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും 1 തന്നെ കിട്ടുള്ളൂ. ഹൗ ഡു വി റൈറ്റ് ദിസ് ഇൻ ആൻ ഓൾജിബ്രൈക്ക് ഇക്വേഷൻ, ഇതിനെ എങ്ങനെ നമ്മൾ ഓൾജിബ്രൈക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതും? അപ്പോൾ
ഇപ്പം നടുക്കത്തെ നമ്പറിനെ എ ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിന് മുന്നത്തെ നമ്പർ എന്തായിരിക്കും തന്നെ A-1 ആയിരിക്കും. അടുത്ത നമ്പർ A+1 ആയിരിക്കും വരുന്നത്. ഇതിന്റെ രണ്ട് സൈഡും സെയിം ആണെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പൊ നമുക്ക് എടുക്കാം. ജനറലൈസേഷൻ ആണ് വരുന്നത്. ലെറ്റ് ദ നമ്പേഴ്സ് ബി. ഇവിടെ നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് A-1 A+1. എന്നാലേ നമുക്ക് 8 എടുത്തു കഴിഞ്ഞാൽ 7ഉം 9ഉം കിട്ടുള്ളൂ. ഇനി നമുക്കിടെ അടുത്ത് എന്നാ പറഞ്ഞിരിക്കുന്നത്, മിഡിൽ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ രണ്ട് നമ്പേഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ A-1 ഇൻറ്റു A+1 തിരിച്ച് എഴുതിയാലും വ്യത്യാസമൊന്നും വന്നില്ല. ഇത് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് എന്താ കിട്ടിയേക്കണേ, 1 ആ കിട്ടിയേക്കണേ. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് LHS ഉം RHS ഉം ഈക്വൽ ആവാം. അപ്പം LHS നമ്മൾ എടുക്കുക. A² മൈനസ് A-1 ഇൻറ്റു A+1. ഇത് A+B ഇൻറ്റു A-B. അപ്പം എത്രയായിരിക്കും തന്നെ, A² മൈനസ് B² എന്നായിരിക്കും വന്നത്. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. അപ്പൊ ഇവിടെ വരുമ്പോൾ A² മൈനസ്, ഇനി മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ ഇത് A² ആയി. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1² 1 തന്നെ. ഈ പ്ലസ് A² മൈനസ് A² ക്യാൻസൽ ആയിപ്പോയി, ഈക്വൽ ടു 1 കിട്ടി. ഇത് തന്നെയല്ലോ നമുക്ക് RHS വന്നത്. അപ്പൊ രണ്ടും സെയിം ആയിട്ട് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്, ഈ ഐഡന്റിറ്റി കറക്റ്റ് ആണ്. ഹെൻസ് ദ ഐഡന്റിറ്റി ഈസ് കറക്റ്റ്. നമുക്കിടെ അടുത്ത് പറഞ്ഞ എക്സ്പാൻഡ് ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ ടു ചെക്ക് ദാറ്റ് ഇറ്റ് ഈസ് എ ട്രൂ ഐഡന്റിറ്റി. രണ്ട് സൈഡ് എക്സ്പാൻഡ് ചെയ്തു, അപ്പൊ നമുക്ക് കറക്റ്റ് തന്നെ കിട്ടി. ബാക്കിയത്തെ അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കൊരു എന്നാ പറയണം, നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലേ ഊർജ്ജം ഉൾക്കൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. നല്ലതാണെങ്കിൽ കമന്റ് ഇടുക. എന്തെങ്കിലും സജഷൻസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് സജഷൻസ് ആയിട്ട് കമന്റ് ആയിട്ട് ഇട്ടോ. ഏതെങ്കിലും വേറെ ചാപ്റ്ററിന്റെ വീഡിയോസോ ഏതെങ്കിലും പോർഷൻ മനസ്സിലാവാത്ത ഉണ്ടെങ്കിലോ കമന്റ് ഇട്ടാൽ വെച്ചാൽ മതി. അതനുസരിച്ച് ക്ലാസ് ആക്കാം. താങ്ക് യു.